റിയലൻസ് ഫൗണ്ടേഷന്റെ വി കെയർ വി വോളണ്ടിയർ കഹാനി കലാകുഷി എന്ന 75 ദിവസം നീണ്ടുനിന്ന കുട്ടികൾക്കായുള്ള ക്യാമ്പയിൻ ഇന്നലെ മുംബൈയിൽ നടന്ന 900-ലധികം കുട്ടികൾ പങ്കെടുത്ത ജിയോ പ്രസൻസ് ഹാംലീസ് വണ്ടർലാൻഡിൽ സമാപിച്ചു. ഇഷ അംബാനി സമാപന പരിപാടിയിൽ കുട്ടികളോടൊപ്പം കഥകൾ ആസ്വദിച്ചു. രാജ്യത്തെ 25 നഗരങ്ങളിലായി 75 ദിവസം നീണ്ടുനിന്ന 1200 റിയലൻസ് വോളണ്ടിയർമാർ പങ്കെടുത്ത ഈ ക്യാമ്പയിൻ 1600 കുട്ടികളിൽ എത്തി. ഞങ്ങൾക്കെല്ലാവർക്കും കുട്ടികൾക്കിടയിൽ സന്തോഷം പകരുന്നതിന്റെ പര്യായമാണ് ഉത്സവകാലം. ഈ വർഷവും ഇന്ത്യയിലുടനീളമുള്ള റിയലൻസ് കുടുംബത്തിലെ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ നമ്മുടെ മനോഹരമായ ഈ രാജ്യത്തിന്റെ നാടോടിക്കഥ സംസ്കാരത്തിന് പുതുജീവൻ നൽകി ആയിരക്കണക്കിന് കുട്ടികളുമായി ഞങ്ങൾ ഈ ഉത്സവകാലത്ത് സന്തോഷം പങ്കിട്ടു. കഥകളിലൂടെയും കലയിലൂടെയും ക്രിയാത്മകമായി ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇഷ അംബാനി പറഞ്ഞു. റിയലൻസ് ഫൗണ്ടേഷൻ ഒരു ദശാബ്ദത്തിലേറെയായി എല്ലാ വർഷവും ഈ സമയത്ത് വിവിധ നഗരങ്ങളിലായി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നു. ഈ വർഷം വി കെയർ വി വോളണ്ടിയർ കഹാനി കലാകുഷി എന്ന ക്യാമ്പയിൻ ഫൗണ്ടേഷൻ പിന്തുണയ്ക്കുന്ന നിരവധി സംഘടനകളിലൂടെ കുട്ടികൾക്കായി കഥ പറച്ചിൽ, സംസ്കാരം, കല എന്നിവ സംയോജിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. അഹമ്മദാബാദ്, ഭുവനേശ്വർ, ചെന്നൈ, ഡൽഹി, ജയ്പൂർ, ഹൈദരാബാദ്, മുംബൈ, കൊച്ചി തുടങ്ങി 25 നഗരങ്ങളിലാണ് നടന്നത്. ഈ കഥകളാൽ പ്രചോദിതരായി ഇന്ത്യയെ ഭാവാത്മകമായി കണ്ടെത്തുന്നതിനും അവരുടെ ആശയങ്ങൾ കലയിലൂടെ ക്രിയാത്മകമായി പ്രകടിപ്പിക്കുന്നതിനും സഹായകമായ പ്രായത്തിനനുയോജ്യമായ കഥകൾ പറഞ്ഞുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർ കുട്ടികളുമായി ഇടപഴകി. കഥകളിൽ ഉത്സവങ്ങൾ, നാടോടി കഥകൾ, ഗോത്രവർഗ കഥകൾ എന്നിവ ഉൾപ്പെടുന്നു. കലയോടുള്ള അഭിനിവേശം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ക്യാമ്പയിനിൽ കുട്ടികൾക്കായി കഥാപുസ്തകങ്ങൾക്കൊപ്പം കലാസാമഗ്രികളും വിതരണം ചെയ്തു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.